ഹായ്, ഞാൻ മജീദാണ്. അപ്പൊ ഞാൻ ഇത്ര വലിയൊരു ബ്ലോഗർ അയക്കണമെന്ന് ഞാൻ ഇപ്പൊ ഇന്നാ അറിയണത്. കാരണം തൂര് BJP സ്ഥാനാർത്ഥി സുരേന്ദ്രൻ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു ബ്ലോഗ് എടുക്കാൻ വെക്കുമെന്ന് പറഞ്ഞാണ്ട് എന്റെ ഫോണിക്ക് ഒരു ആള് വിളിച്ചിരുന്നു. അപ്പൊ വിളിച്ച ടൈമിൽ ഞാനപ്പോ ബാത്റൂമിലായിരുന്നു. അപ്പൊ എന്റെ മോനാണ്, സോനുമോനാണ് ഫോൺ എടുത്തത്. അപ്പൊ പറഞ്ഞു എന്റെ പറ്റി ബാത്റൂമിലാണ് പറഞ്ഞു. എന്നാ ബാത്റൂം വന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു വിളിക്കൊണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ തിരിച്ചു വിളിച്ചു. അത് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പൊ അതിന്റെ മുന്നേ വിളിച്ച ആൾ നമ്പർ കൂടി നിങ്ങൾ ഈ എന്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ ആ നമ്പർ കൂടി അറിയണം. 80 86 200 828. ഓക്കെ. അപ്പൊ എന്നെ വിളിച്ച ആൾ എന്നെ വലിയൊരു ബ്ലോഗർ എന്നുള്ള ആ ഒരു സ്ഥാനത്ത് കരുതിയ ആള് വിളിച്ച ആള് വോയിസ് കേൾപ്പിച്ചു തരാം. ഹലോ ഹലോ, നീ വിളിച്ചീനോ? ആ വിളിച്ചിരുന്നല്ലോ. എന്താരാ? ഇവർ മജീദാണോ? ആ അതെ. നിങ്ങള് സുരേന്ദ്രൻ വരുന്നുണ്ട് തൂവൂര് അടുത്ത ആഴ്ച. നിങ്ങള് വീഡിയോ ഒന്ന് എടുക്കോ? ഇത് ആരാണ് വിളിക്കണ ആരാളാ? സുബേർ കുട്ടിപ്പാറ കൂരാട്. കുട്ടിപ്പാക്കല്ലേ? കുട്ടിപ്പാക്ക കൂരാട്. ആ കൂരാട്. സുബേർ. നിങ്ങൾ നമ്പർ തന്ന. ഇത് ആരാ നമ്പർ? എങ്ങനെ അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ. അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ട് അവിടെ. അപ്പുക്കുട്ടം ഇവിടെ തൂവൂർ തോട്ടുപാടി എന്ന സ്ഥലമുണ്ട്. അതെ. അവിടുന്ന് നല്ല കൊടുത്തു. അവിടേക്ക് വരുന്നത് സുരേന്ദ്ര തൂരിക്ക് വരുന്നുണ്ട്. തൂവൂർക്ക് വരുന്നുണ്ട്. അപ്പൊ നിങ്ങള് അന്ന് നിങ്ങൾക്ക് പണി എന്താണ്? പണി യൂട്യൂബർ തന്നെയാണോ? വേറെ ഒരു പണിയില്ല? ഇല്ല. അപ്പൊ ഇത് എന്റെ നമ്പർ വെച്ചാല് കൊടുത്ത ആള് നമ്മളെ തോട്ടടി അപ്പുക്കുട്ടന്റെ മകൻ മധു. അതിന് എന്റെ ഫോൺ നമ്പർ കൊടുത്തേക്കണ്. എന്തായാലും ഇങ്ങനെ ആൾക്കാരെ ശരിയാക്കാൻ അറിയുമ്പോ ഇത് വേണമെങ്കിൽ എന്നെ അറിയണ ആരേലും വെച്ചാല് എനിക്ക് എന്റെ ഫോണിക്ക് വിളിച്ചതാണ്. ഇങ്ങനെ ആൾക്കാരൊക്കെ ശരിയാക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ടല്ലേ. ഞാൻ എന്താ പറയുക, ഞാൻ ആര് എന്റെ ഫോണിക്ക് ഇനി സൗണ്ട് മാറ്റിയാടോ എങ്ങനെ വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കും. ഞാൻ പോലും പറയുന്ന അതേമാതിരി മറുപടി കൊടുക്കും. ഞാൻ എന്നിട്ട് ഇതേമാതിരി വീഡിയോ എടുത്തുകാണ്ട് ആൾക്കാരെ അറിയിക്കും. ഇതിന് അതൊക്കെ ചെയ്യാൻ പറ്റുക, അല്ലാതെ ഇതിന് വേറൊന്നും ചെയ്യാൻ പറ്റൂല ഈ ശരിയാക്കണീന്. ഇത് ഇതിപ്പോ ഇങ്ങനെ വിളിക്കണ ആൾക്കാർക്ക് എന്താ പറയുക, ഓൽക്കൊരു മനസ്സൊക്കെ ഒരു കുണുപ്പാകാരം. കാരണം ഒരാളെ ശരിയാക്കാൻ അറിയുമ്പോൾ ഓൾക്ക് അത്രയും വല്ല ചിക്കൻ ബിരിയാണിയൊക്കെ തിന്നണ മാറിയാക്കാരം. എനിക്ക് അതാ തോന്നുന്നത്. ഓക്കെ, എന്നാ ശരി, അടുത്ത വീഡിയോസിൽ കാണാം. ഏതായാലും ഞാൻ വലിയ ബ്ലോഗർ ആയിക്കണ്.